സ്പൂൺ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ കേട്ടാ. ഇവിടെ ഞാനിവിടെ ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കണത്. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോണത് ചെമ്പരത്തി വെച്ചിട്ടുള്ള റീഫ്രഷിങ് ഡ്രിങ്കാണ് തയ്യാറാക്കാൻ പോണത്. അതിന് ഞാനിവിടെ ചെമ്പരത്തി പറിച്ചെടുക്കണേ. ചെമ്പരത്തി പറിച്ച് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ ചെമ്പരത്തിയുടെ ഈ പച്ച കളറിലെ ഇത് കളഞ്ഞിട്ട് ഞാനിത് തിളപ്പിക്കാൻ വയ്ക്കാൻ പോവേണ്ട. ഞാനിവിടെ 6 ചെമ്പരത്തി എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ പോവുകയാണ്. ഈ ചെമ്പരത്തി തിളപ്പിക്കാൻ വെക്കണേൽ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കണേന്. നിങ്ങൾക്ക് ആളനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണുള്ളൂ. ഫ്ലെയിം ഓൺ ചെയ്യാൻ പോവുകയാണ്. തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇവിടെ ചെമ്പരത്തി തിളപ്പിക്കാൻ വെച്ചിട്ട് ചെമ്പരത്തിയുടെ റെഡ് കളർ വെള്ളത്തിലേക്ക് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അതിപ്പോൾ ചെമ്പരത്തി നല്ല ക്രീം കളറായേക്കണത്. അതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ വെള്ളത്തിൽ ലയിച്ച് ചേർന്നിട്ടുണ്ട്. നല്ല ഔഷധ ഗുണമുള്ളതാണ് ഈ ചെമ്പരത്തി. അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കണേ കേട്ടോ. ഞാനിവിടെ ഒരു 2 ഗ്ലാസ്സിലുള്ളതാണ് ചെയ്തേക്കണത് കേട്ടോ. നല്ല കളറുണ്ട്. ഞാനിപ്പോൾ ഇതിലൊരു 5 എണ്ണം ഇട്ടേക്കണം. നിങ്ങൾക്ക് ഇത് ഗ്ലാസിൻ്റെ എണ്ണം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയിടാം ചെമ്പരത്തി പൂവ് കേട്ടോ. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൽക്കണ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗറോ ഹണിയോ ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കൽക്കണ്ടമാണ് ഇടുന്നത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് 2 or 3 കൂട്ടിയിടാം. ഞാനിത് നന്നായിട്ട് ഇതിലേക്ക് ഞാനൊരു ചെറുനാരങ്ങ പിഴിഞ്ഞത് ഒഴിക്കണേ കേട്ടോ. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യണേ കേട്ടോ. ഞാൻ ഈ ഔഷധ പാനീയത്തിലേക്ക് ഞാൻ ഈ 2 ചെമ്പരത്തിയുടെ ഇതളിടണേ കേട്ടോ. സ്പൂൺ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ കേട്ടോ. ഇവിടെ ചെമ്പരത്തിയുടെ ഡ്രിങ്ക് നല്ല ഔഷധ ഗുണമുള്ളതാണ്. നമ്മളുടെ പീരീഡ്സൊക്കെ കറക്റ്റ് ആക്കാനൊക്കെ ഏറ്റവും നല്ല ഡ്രിങ്കാണ്. നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ഡെയിലി കഴിച്ചാൽ അത്രയും നല്ലതാണ്. അത്രയും ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മളുടെ പീരീഡ്സിനുള്ള വയറുവേദനക്കൊക്കെ അത്യുത്തമമാണ്.